നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത്. ഭർത്താവ് കൊലപ്പെടുത്തിയ കലയനാട് സ്വദേശി ശാലിനിയുടെ സ്വർണമാണ് മോഷ്ടിച്ചത്. സംഭവത്തിൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2.5 ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. പാദസ്വരം, കമ്മൽ, 2 വള എന്നിവയടക്കം 20 ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ശാലിനിയുടെ ബന്ധുക്കൾ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ചോദിച്ച് എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. കഴിഞ്ഞ മാസമാണ് പുനലൂരിൽ ഭർത്താവ് ഐസക് ശാലിനിയെ വെട്ടി കൊലപ്പെടുത്തിയത്. കൊലപാതക വിവരം ഭർത്താവ് ഐസക് ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിക്കുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം പ്രതി ഐസക് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഭർത്താവ് കൊലപ്പെടുത്തിയ ശാലിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോൾ സ്വർണമഴിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരി കാഷ്വാലിറ്റി വിഭാഗത്തിലെ ഇഞ്ചക്ഷൻ റൂമിലുള്ള അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് സ്വർണം കൈപ്പറ്റാൻ ശാലിനിയുടെ അമ്മ ലീല 3 ദിവസം മുൻപ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. നഴ്സിംഗ് വിഭാഗത്തിലെ ജീവനക്കാരി തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പുനലൂർ താലൂക്ക് ആശുപത്രി ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 8-നും 11-നും ഇടയിലാണ് മോഷണം നടന്നതെന്നും കാട്ടിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മകൾ മരിച്ച വിഷമത്തിലായിരുന്നുവെന്നും സ്വർണം ആശുപത്രിയിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് കരുതിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. 2 ആഴ്ച മുമ്പും സ്വർണ്ണാഭരണങ്ങൾ ഏറ്റുവാങ്ങാനായി ആശുപത്രിയിലെത്തിയെങ്കിലും അവ അലമാരയിൽ പൂട്ടിവെച്ചിരിക്കുകയാണെന്നും താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണെന്നുമാണ് നഴ്സുമാർ അറിയിച്ചത്. പിന്നാലെയാണ് 3 ദിവസം മുമ്പ് വീണ്ടും സ്വർണ്ണാഭരണങ്ങൾ തിരികെ വാങ്ങാനായി ശാലിനിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയത്.